എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തറ MQVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ്, ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ്, അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പോകാം വീഡിയോയിലേക്ക്. വളരെ നല്ല രീതിയിലുള്ളൊരു വീഡിയോ ആയിരുന്നു. ലൈവ് കാണാനായിട്ട് ശ്രമിക്കണം. നമ്മൾ ഡയറക്ഷണൽ ട്രേഡും എടുത്തിട്ടുണ്ട്, റോങ് ഡയറക്ഷണൽ ട്രേഡും നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. ഇന്നത്തെ ഡെയിലി വീഡിയോ കണ്ടു കഴിഞ്ഞാലാണ്, അതായത് 27/1/2025 നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി വ്യൂ കണ്ടാലേ ഈ വരച്ചിട്ടിരിക്കുന്നത് അക്യുറേറ്റ് ആയിരുന്നോ എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടക്ക് ഒരു കാര്യം പ്രത്യേകം പറയാനായിട്ടുള്ളത്, ഇന്ന് മാർക്കറ്റ് കംപ്ലീറ്റ് പി സൈഡിലായിരുന്നു. ആ പി സൈഡിൽ വൺ സൈഡ് മൂവ്മെൻറ്റിൻ്റെ ഇടയിലും നമ്മൾ ആവറേജ് ചെയ്ത് സിയിൽ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഗ്രൂപ്പിൽ ഓൾറെഡി ഉള്ളത്. നമ്മൾ ഏതാണ്ട് ഈ ഒരു ഭാഗത്ത് ട്രേഡ് എടുത്തു, വൈറ്റ് ഡോട്ട് ബ്രേക്ക് ചെയ്തു. നമ്മൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് റിവേഴ്സ് ആവും. അപ്പോൾ ഈ ഒരു 23,011 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് ഗ്യാപ്പ് ഫില്ലിംഗ് ഉദ്ദേശിച്ച് നമ്മൾ ട്രേഡ് എടുത്തു. സ്വാഭാവികമായിട്ടും എന്തായി, പിയുടെ ബ്രേക്കൗട്ടൊക്കെ ലൈവ് വീഡിയോയിൽ പറയുന്നുണ്ട്. എന്നിരുന്നാലും ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് സഡൻ താഴത്തോട്ട് വന്നു. അപ്പോൾ ഈ ഒരു ബോക്സിനെ ബ്രേക്ക് ചെയ്തിട്ട് RSIയുടെ ക്രോസ് ഓവർ മനസ്സിലാക്കി നമ്മളവിടെ നിന്ന് ആവറേജ് ചെയ്തു. എഗെയിൻ ഈ വൈറ്റ് ഡോട്ടിൽ മാർക്കറ്റ് ഹിറ്റ് ചെയ്തപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്തു. അപ്പം പിയിലാണെങ്കിലും സിയിൽ പ്രോഫിറ്റ് എടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. റോങ് ഡയറക്ഷണൽ ട്രേഡിങ്ങിൻ്റെ ആവറേജിങ് വീഡിയോസ് ഒരുപാട് യൂട്യൂബിൽ കിടപ്പുണ്ട്. 146 വീഡിയോസ് മേലെ ലൈവ് കിടപ്പുണ്ട്, ഇന്നത്തെ അടക്കം കിടപ്പുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ ഡയറക്ഷൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല നമ്മളത് ചെയ്യുന്നത്. കാരണം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവർ വിചാരിക്കും, അയ്യോ ഇവൻ എന്താണ് ഈ കാണിക്കണേ, ഡയറക്ഷൻ ഇവൻ അറിയാമല്ലോ, പിന്നെ എന്തിനാണ് ഓപ്പോസിറ്റ് എടുക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ കോൺഫിഡൻസ് ലെവൽ ക്രിയേറ്റ് ചെയ്യാനും പെട്ടുപോകുന്ന ആൾക്കാരാണ് ട്രേഡിങ്ങിൽ ഏറ്റവും കൂടുതൽ. അപ്പോൾ അവരുടെ മനസ്സ് അവർക്ക് എന്താ പറയണ്ടേ, പിടിവിട്ട് പോകും. ഒരു ട്രേഡറുടെ പിടിവിട്ട് ലോസിലേക്ക് പോകുമ്പോൾ അവൻ അനലൈസ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ഉണ്ടാവില്ല, പാനിക്കാവും, BP കൂടും. പിന്നെ മറ്റേ തട്ടത്തിമറയത്തിൽ വിനീത് ശ്രീനിവാസൻ പറയുന്ന പോലെ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണില്ല, ഓപ്പർച്യൂണിറ്റീസ് കാണില്ല, എവിടെ ട്രെയിൽ ചെയ്യണമെന്നറിയില്ല, എവിടെ റിവേഴ്സ് ആവുമെന്നറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അതിജീവിക്കാൻ വേണ്ടി മനഃപൂർവ്വം റോങ് ഡയറക്ഷണൽ ട്രേഡ് ചെയ്യുന്നതാണ്. ഡയറക്ഷണൽ ട്രേഡും ഇഷ്ടംപോലെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ റൂമിൽ ഇത് തീർച്ചയായിട്ടും കണ്ടവർക്ക് അത് ബെനിഫിറ്റാണ്. കാരണം പ്രീവിയസ് ക്യാൻഡിൻ്റെ ലോവിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഡൗണ്, ആ ഗ്യാപ്പ് അന്നത്തെ ആ ഒരു ലോ കേട്ടോ, ഇന്നത്തെ അല്ല, വെനസ്ഡേ 22 ലോ ക്രിയേറ്റ് ചെയ്തു. മാർക്കറ്റ് സ്വാഭാവികമായിട്ടും താഴത്തോട്ട് പോയി എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം മാർക്കറ്റ് ക്രോസ് ഓവർ ചെയ്ത് മുകളിലോട്ട് വന്ന സമയത്ത് അത് റെസിസ്റ്റ് ചെയ്ത് വീണ്ടും നമ്മൾ മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത് അതേ ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് വന്ന് നമ്മൾ പറഞ്ഞ ആരോ, അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺ ആവും. അപ്പോൾ അതിനുശേഷം ആ ഒരു ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് കയറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അഗെയിൻ ഈ ഒരു ലെവലിലേക്കാണ് പോകുമെന്ന് പറഞ്ഞത്. വളരെ ക്ലിയർ കട്ടായിട്ടുള്ള വ്യൂ ആണ്. അപ്പോൾ വ്യൂ കാണുന്ന റൂമിൽ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വരുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. ഞാനൊരു ദിവസം മുമ്പ്, ഇപ്പോൾ അതെ 27/1/2025 5 മണിക്കാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്.
അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത് അത് സ്കിപ്പ് ചെയ്യാതെ ആരും കാണുന്നുമില്ല. അല്ല, സ്കിപ്പ് ചെയ്താണ് കാണുന്നത്, പൂർണ്ണമായിട്ട് ആരും കാണുന്നില്ല. അതിൻ്റേതായ സീരിയസ്നെസ്സിൽ എടുക്കാത്തതുകൊണ്ട് ഞാൻ ആ വ്യൂ അതിൽ പോസ്റ്റ് ചെയ്യുന്ന നിർത്തിയതാണ്. സീരിയസ് ആയിട്ട് അതിനെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിനൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നേരിട്ട് മെസ്സേജ് അയച്ചാലോ വിളിച്ചാലോ അതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വ്യൂ ആ രീതിയിൽ ഓൾറെഡി കഴിഞ്ഞു പോയി, അതവിടെ കഴിഞ്ഞു. നമുക്കിനി ചൊവ്വാഴ്ച ഏത് രീതിയിലാണ് മാർക്കറ്റിൻ്റെ വ്യൂ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് ഈ സ്വാഭാവികമായിട്ടും വരച്ചു വരിക്കുന്ന ആ ഒരു സോണ് നമുക്കൊന്ന് മാറ്റി പിടിക്കാം. പുതിയൊരു സോണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതായത് നിൽക്കുന്ന ഡേ ലോ, അതിൻ്റെ ഹൈ എന്ന് പറയണത് ഏകദേശം ബോക്സിൻ്റെ ഹൈ ലെവൽ ഏകദേശം അപ്രോക്സിമേറ്റ് ലെവലാണ്. പക്ക ഈ ലെവലായിരിക്കില്ല, ചെറിയൊരു ബഫർ സോൺ എന്തായാലും ഇടേണ്ടി വരും. അപ്പോൾ 22,786, 22,885 ഹയർ ലെവല്. അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് 22,862 ബ്രേക്ക് ചെയ്ത് ഈ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് 22,929 അവിടെ നിന്ന് 23,011 അവിടെ നിന്ന് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ് വിത്ത് കൺസോളേഷൻ സോണായ 23,088 അവിടുത്തെ കൺസോളേഷന് ശേഷം ഒരു ബ്രേക്ക് കിട്ടിയാൽ 23,134 ഭാഗത്തേക്കാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ സ്റ്റിൽ RSI എന്താ 0.5% നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ മാർക്കറ്റ് താഴത്തോട്ടാവണമെന്നില്ല. 0.5% RSI തിരിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ട് പോകും? മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകും. അപ്പോൾ നേരെ മറിച്ച് നിൽക്കുന്ന ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് എവിടം വരെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് നോക്കാം. 50 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ്, ഇൻഡെക്സിൻ്റെ ചാർട്ടാണ്. നിൽക്കുന്ന ലെവല് മാർക്കറ്റ് ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ കോൺസെൻട്രേഷൻ ചെയ്യാൻ പോകുന്നത് 22,274, 745 അപ്രോക്സിമേറ്റിലൊരു സപ്പോർട്ടുണ്ട്. സെക്കൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് 22,680 സെക്കൻഡ് സപ്പോർട്ട്. വളരെ സ്ട്രോങ് ആണ് കേട്ടോ ആ ഒരു ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ. ആ ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇടിച്ചു കുത്തി പതുക്കെ താഴത്തോട്ട് വന്നാൽ 22,363 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ആവുന്നത്. അപ്പോൾ 1 ഹവറിൽ RSIയിൽ ഒരു മടക്ക് വന്നിട്ടുണ്ട്, 30 മിനിറ്റിൽ ഓൾറെഡി ഒരു മടക്ക് വന്നിട്ടുണ്ട്, 50 മിനിറ്റ്സിൽ മാത്രമാണ് RSI താഴത്തോട്ട്. അതും മാർക്കറ്റ് മൂവ് അപ്പ് തിരിച്ചാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അപ്പർ സൈഡിലേക്കായിരിക്കും മൂവ് ചെയ്യണത്. നേരെ മറിച്ച് ഈ ബോക്സിന് താഴത്തോട്ടാണ് മാർക്കറ്റ് മൂവ് ആവുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 22,753, 22,681 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് 50 മിനിറ്റ്സിൻ്റെ ഇൻഡെക്സ് ചാർട്ടിൽ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ട്രൈക്ക് എടുത്തിട്ടൊന്ന് നോക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ലൈവ് അല്ലെങ്കിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത് ലൈവ് മാർക്കറ്റിലാണ്. പേപ്പർ ട്രേഡോ കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നത്. നമ്മൾ ജെന്യൂനായിട്ട് തന്നെയാണ് എന്താ പറയണ്ടേ, എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് തന്നെയാണ് റോങ് ഡയറക്ഷണൽ ട്രേഡ് ലൈവിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റോങ് ഡയറക്ഷണൽ ട്രേഡ് ചെയ്തിട്ടും ആളുകൾക്ക് പ്രോഫിറ്റ് കിട്ടണുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻസ് പലർക്കും തോന്നിയേക്കാം. അതായത് നിങ്ങൾ മനഃപൂർവ്വം റോങ് ഡയറക്ഷണൽ ട്രേഡ് എടുത്തല്ലോ, റോങ് ഡയറക്ഷണൽ ട്രേഡ് എടുത്തിട്ട് മറ്റുള്ളവർക്ക് പ്രോഫിറ്റ് കിട്ടണുണ്ടോ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവാം. സിയിൽ 5,115, പിയിൽ 957, പിന്നെ ഒരു സിയിൽ ലോസ് വന്നിട്ടുണ്ട്, എന്നാലും അതിനെ ഓവർകം ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പിയിൽ 3,330, ഇത് പിയിലാണ് പ്രോഫിറ്റ് എടുത്തിരിക്കുന്നത്. കാരണം ഈ പിയിൽ രാവിലത്തെ ഒരു മൂവ്മെൻറ്റ് ചെറിയ രീതിയിലുണ്ടായിരുന്നു, 200 തൊട്ട് 232 വരെയുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് അതിലെ പ്രോഫിറ്റാണ്. ഇത് അതിൻ്റെ അടുത്തത്, പിന്നെ ഇത് വേറെ, അതിനകത്ത് ഡീറ്റെയിൽസ് ഇല്ല. പിന്നെ ഉള്ളത് സിയിലൊക്കെ പ്രോഫിറ്റ് എടുത്തതിൻ്റെയാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണെങ്കിലും പ്രോഫിറ്റ് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ ഊരിപ്പോരാം എന്നുള്ള ഉദ്ദേശം മാത്രം അതിലുണ്ടായിരുന്നുള്ളൂ. അത്രയും നിങ്ങൾ കണക്കാക്കിയാൽ മതി. അത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർ വിചാരിക്കും ഇവൻ എപ്പോഴും ഓപ്പോസിറ്റ് ആണല്ലോ പറയുന്നത് പോകുന്നത് എന്നുള്ള തോന്നൽ വരാം.
അപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. നിഫ്റ്റിയുടെ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ മോർണിംഗ് ലൈവ് ട്രേഡ്, ആവറേജിങ് ട്രേഡ്, 3 PM ട്രേഡ്, 21 ഡിസിപ്ലിൻ ട്രേഡ് എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും കൂടുതൽ അതിലുള്ള ലൈവ് വീഡിയോ ഡയറക്ഷണൽ ട്രേഡാണ്. റോങ് ഡയറക്ഷണൽ ട്രേഡ് നമ്മളിപ്പോൾ ഒരു 2-3 മാസമായിട്ടുള്ളൂ ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം വിലയിരുത്താനായിട്ട് ശ്രമിക്കുക. ഒരാഴ്ച, ഒരു മാസം, ഒരു വർഷം ഫോളോ ചെയ്താലും പ്രശ്നങ്ങളില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്തത്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച് ഇത് സ്ട്രൈക്ക് 22,700 ആണ്. അത് 227 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയ മെൽറ്റിങ്ങിലേക്കാണ്. അപ്പോൾ 227 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത മാർക്കറ്റ് 262, 321, 396, 494, 569 ഭാഗത്തേക്കായിരിക്കും സി മൂവ് ചെയ്യുന്നത്. നേരെ മറിച്ച് പി ആണെങ്കിൽ 22,900 പി നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. രാവിലത്തെ മൂവ്മെൻ്റൊക്കെ ഓൾറെഡി നല്ല രീതിയിലൊക്കെ നടന്ന് ഭയങ്കര കൺസോൾട്ടേഷനൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 154 താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ 116, 96, 74 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഈ ഒരു 199 മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ നമ്മൾ 224 വരെയാണ് താൽക്കാലികമായിട്ട് നമ്മൾ കുറച്ചും കൂടെ കൂടുതലുണ്ട്. അപ്പോൾ നിൽക്കുന്ന ഈ ഒരു 199 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ എഗെയിൻ 216, 232, 251, 267 വരെയൊക്കെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇതൊക്കെയാണ് പീനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് ഇന്ന് നടന്നേക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മളെന്താ പറഞ്ഞത്? ബാങ്ക് നിഫ്റ്റിയിൽ പക്ക എന്താ പറയണ്ടേ, ഒരു അപ്പ് ആൻഡ് ഡൗൺ കൺസോൾട്ടേഷൻ തന്നെയായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് നിഫ്റ്റിയിലും വരുമോ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ നിഫ്റ്റിയിൽ ഗ്യാപ്പ് ഫില്ലായില്ല. ബാങ്ക് നിഫ്റ്റിയിൽ ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ഈ ഒരു ബോക്സിന് താഴത്തോട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 47,950 മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത് അതിൻ്റെ താഴത്തോട്ടാണ്. അപ്പോൾ RSI ഓൾറെഡി ക്രോസ് ഓവർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ RSI ഗ്രീനിലേക്ക് കയറി മാർക്കറ്റ് അതേപോലെ തന്നെ അടുത്ത ക്രോസ് ഓവർ വരെ ക്രോസ് ഓവർ എത്തിയപ്പോൾ മാർക്കറ്റ് 48,293 മാർക്കറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലോട്ട് പോയാൽ മാത്രമാണ് മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിങ്ങും അതേപോലെ 48,548 നമ്മൾ പ്ലാൻ ചെയ്തത്. അത് ആ വഴിക്ക് നടക്കട്ടെ. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് 48,018 മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോക്സിൻ്റെ ഹയർ ലെവല് 48,320 ലോവർ ലെവല് നമുക്ക് എന്ത് ചെയ്യാം, 48,025 വെക്കാം. അപ്പോൾ മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പണോ ചെറിയ അപ്പോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 48,320, 48,025 ഉള്ളിലുള്ള സ്പേസിലായിരിക്കും മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോൾ 48,320 മുകളിലോട്ടൊരു മൂവ് കിട്ടിയാൽ മാത്രം നമ്മൾ 48,548 കൺസോൾട്ടേഷൻ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ 48,695 അവിടെ നിന്നും ബ്രേക്ക് ചെയ്താലാണ് 49,070 ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ സ്റ്റിൽ മാർക്കറ്റ് പി സൈഡാണ് മാർക്കറ്റിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൽ നിൽക്കുന്ന ലെവല് അപ്പിലേക്ക് പോവാതെ മാർക്കറ്റ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് 47,756 അവിടെ കൺസോൾട്ടേഷന് ശേഷം മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്താൽ വീണ്ടും താഴത്തോട്ട് പോരും. അത് എവിടം വരെ എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് ടൈം ഫ്രെയിം ഒന്ന് കൂട്ടി നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് പക്ക കൺസോൾട്ടേഷൻ സോണിലാണ്. അവിടെ നിന്നൊക്കെ മാർക്കറ്റ് ഡൗൺ ആയ ഒറ്റടിക്ക് വരുമെന്നൊന്നുമല്ല, പക്ഷേ വലിയൊരു സ്പേസ് കിടക്കുന്നത് 46,484 ഭാഗത്തേക്കാണ് സ്പേസ് കിടക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഹിഡൻ ആയിട്ടുള്ള സപ്പോർട്ടുകൾ ഒരുപാടുണ്ട്. സ്റ്റിൽ നമ്മുടെ RSIയുടെ ബാക്കിയുള്ള മൂവ്മെൻ്റ് അനുസരിച്ചിട്ടേ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിൽക്കുന്ന ലെവൽ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ അവിടെ നിന്ന് താഴത്തോട്ട് വീഴാതിരുന്നാൽ മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ച് സിയിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള സാഹചര്യമുണ്ട്. കാരണം ഡെയിലി ക്യാൻഡലിൽ RSI അപ്പർ സൈഡിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു മടക്ക് വന്നിട്ടുണ്ട്. ഇത് മടങ്ങാൻ പാടില്ല. ഇത് റെഡിന് പൊക്കത്തോട്ട് മാർക്കറ്റ് പോകണം. എന്നാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകത്തുള്ളൂ. ഇപ്പോൾ 1 ഡേ ക്യാൻഡിലിൽ നോക്കിയേ, 48,026 ഫാൻസി നമ്പറാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്.
ഇവിടെ നിന്ന് മാർക്കറ്റ് പതുക്കെയാണെങ്കിലും ഒരു ട്രെൻഡ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ 45,769 വരെ മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് വീക്കിലി ക്യാൻഡലിൽ മാർക്കറ്റ് ഡൗൺ സൈഡാണ്, ക്രോസ് ഓവർ കിട്ടിയിട്ടില്ല. എൻ്റെ പേഴ്സണലായിട്ടുള്ള ചാർട്ടിൽ കേട്ടോ, മറ്റുള്ളവരുടെ രീതി എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ രണ്ടാമത്തെ കേസ് ബാങ്ക് നിഫ്റ്റിയിൽ SMA മന്ത്ലിയിൽ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. SMA ടച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് ഈ മാസം ക്ലോസ് ആയാലാണ് മാർക്കറ്റ് SMAക്ക് താഴെയാണോ ക്ലോസ് ആയിരിക്കണേ, മുകളിലാണോ ക്രോസ് ആയിരിക്കണേ, സപ്പോർട്ട് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. എവിടം വരെ പോകും അവിടം വരെ പോട്ടെ, ഇത് മൊത്തത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് അതൊന്നും നമുക്ക് ബാധകമുള്ള കാര്യങ്ങളല്ല. നമ്മൾ ഇൻട്രാഡേ ട്രേഡേഴ്സ്, അന്നെന്നുള്ള പ്രോഫിറ്റ് അരിമേടിക്കാനുള്ള ഡെയിലി തച്ചൊപ്പിക്കാനുള്ള ആളുകളെ സംബന്ധിച്ച് ആ വലിയ വലിയ മൂവിനെ പറ്റി നമ്മൾ വറീഡ് ആവുന്നില്ല. ഇതിന് ഒരു ഡെയിലി 1 ഡേ ക്യാൻഡിൽ, ഇപ്പോൾ മന്ത്ലി ക്യാൻഡിൽ റെഡ് ആണെങ്കിലും നമുക്ക് സിയിൽ മൂവ്മെൻറ്റ് കിട്ടും, വീക്കിലി ക്യാൻഡിൽ ഗ്രീൻ ആണെങ്കിൽ നമുക്ക് പിക്ക് മൂവ്മെൻറ്റ് കിട്ടും. അത് ആ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ കേസ് ഇപ്പം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ പറയാനായിട്ടാണെങ്കിൽ ഞാൻ സ്വിംഗ് ട്രേഡോ സ്റ്റോക്കോ ഒന്നും ചെയ്യുന്ന വ്യക്തിയല്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ടില്ല. മറ്റുള്ള വീഡിയോയിലൊക്കെ ആളുകൾ പറയുന്ന പോലെ എനിക്കിപ്പോൾ 45, ഇപ്പോൾ ആരും കുറ്റം പറയുന്നതെന്നല്ല, പക്ഷേ ഞാൻ പറയുകയാണ്, മറ്റുള്ളവർ പറയുന്ന പോലെ എനിക്ക് 45 ലക്ഷം 50 ലക്ഷം ഇതിൽ പോയിട്ടൊന്നുമില്ല, കാര്യമായിട്ടൊന്നും എനിക്ക് പോകാനില്ല. ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിലല്ലേ ഇതിൽ 50 ലക്ഷം 60 ലക്ഷമൊക്കെ പോയി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. എനിക്കത്ര ഒന്നും പോയിട്ടുമില്ല, അതേപോലെ എനിക്കത്രയും പോകാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ടുമില്ല. ആസ് ഒരു ഡെയിലി വേജസിലെ തൊഴിലാളി എന്നുള്ള രീതിയിൽ അന്നെന്നുള്ള വരുമാനം എടുത്ത് തൽക്കാലം മുമ്പോട്ട് പോകാമെന്നുള്ള ഉദ്ദേശം മാത്രമാണ് നമുക്കുള്ളൂ. ഉള്ള ലൈബിലിറ്റീസൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിലാക്കണമെന്നുള്ളതുള്ളൂ. അല്ലെങ്കിൽ ഇതിൽ വലിയ വലിയ PNL, ഇപ്പോൾ പലരും ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് എൻ്റെ PNL കാണുന്നതിന് പകരം ഞാനിവിടെ 10 പേരുടെ PNL ലൈവിൽ എടുക്കുന്നവരെ കാണിക്കുന്നുണ്ട്. അത് തന്നെ വലിയൊരു ഇപ്പോൾ അഡ്വാൻറ്റേജ് ആണ്. എൻ്റെ അത് പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പ്രോഫിറ്റ് എടുക്കാവാൻ കഴിയും എന്നുള്ളൊരു സ്ട്രാറ്റജി നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ. അതല്ലാതെ എൻ്റെ സ്ട്രാറ്റജി സൂപ്പറാണ്, ഞാനിതിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സ്ട്രാറ്റജി പഠിപ്പിച്ചിട്ട് അത് മറ്റാൾക്ക് പ്രോഫിറ്റ് എടുക്കാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്നതിലോ വ്യൂ പറയുന്നതിലോ ലൈവ് കണ്ടക്ട് ചെയ്യുന്നതിലോ യാതൊരു അർത്ഥമില്ല. വളരെ സിമ്പിളായിട്ട് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിലുള്ള സ്ട്രാറ്റജി ഞാൻ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് പഠിച്ചിട്ട് ആൾക്കാർ പ്രോഫിറ്റബിൾ ആവുന്നതും കൊണ്ടാണ് എനിക്കങ്ങനെ സ്ക്രീൻഷോട്ടൊക്കെ മറ്റുള്ള പലരുടെയും PNL പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും. നമ്മളുടെ വ്യൂ ഏകദേശമൊക്കെ ഒരു 90% നമ്മൾ പറയുന്നില്ല, 60% എങ്കിലും സക്സസ് ആവുന്നതും നമുക്ക് കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു നോർമൽ ചാർട്ടോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത്ര അക്യുറസി ആയിട്ട് എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ്. അപ്പോൾ അത് സക്സസ് ആണോ ഇല്ലയോ എന്ന് കാണുന്നവരാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ എൻ്റെ സ്ട്രാറ്റജി സൂപ്പറാണ് അടിപൊളിയാണെന്ന് എനിക്ക് പറയാനേ അങ്ങനെ പറ്റത്തുള്ളൂ. കാരണം ബിക്കോസ് ഞാൻ അതായിട്ട് പോകുന്ന ആളുകളാണ്. പക്ഷെ കാണുന്ന ആളുകൾ അത് പഠിച്ചിട്ട് പ്രോഫിറ്റബിൾ ആവുന്ന ആളുകൾക്കാണ് ഇതിൻ്റെ സക്സസ് റേഷ്യോ എത്ര ഉണ്ടെന്ന് വിശദീകരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇനിയും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 വീക്ക് ലൈവിലിരിക്കാം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ, ആ മൂവ്മെൻ്റൊക്കെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം. വ്യൂ റൂമിലേക്കോ ലൈവ് റൂമിലേക്കോ പഠിക്കുന്ന റൂമിലേക്കോ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന റൂമിലേക്കോ നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കാനായിട്ടുള്ള ആ ഒരു സാഹചര്യം കൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി, എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എനിവേ, നമ്മളിപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഇത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ വ്യൂ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രൈക്കിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ 3 ഡേയ്സും കൂടെ ഉള്ളൂ എക്സ്പയറി ആവാനായിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീക്ക് എക്സ്പയറിയിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീക്ക് എക്സ്പയറിയിൽ 48,000 C ആണ് നമ്മൾ തൽക്കാലം ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊരു ഡബിൾ ബോട്ടം സപ്പോർട്ട് എടുത്തിട്ട് നിൽക്കുകയാണ്. സ്റ്റിൽ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ് 15 മിനിറ്റ്സിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 1339. 1339 താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അത് പിന്നെയും ഡൗണിലേക്ക് പോകും. അത് റീടെസ്റ്റ് അടിച്ചിട്ട് താഴത്തോട്ട് പോവുമോ അതോ ഡയറക്റ്റ് കയറി വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് 1426, സെക്കൻഡ് 1467, തേർഡ് 1541, ഫോർത്ത് ലെവല് 1672. നേരെ മറിച്ച് പിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക്
നെക്സ്റ്റ് മന്ത് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് ഏകദേശം അത്യാവശ്യം നല്ലതുള്ളത് 1262 രൂപ വരും. അതായത് 48,500 PE. അതിൻ്റെ മേജറായിട്ടുള്ള എന്താ പറയണ്ടേ, ഒരു പീക്ക് ലെവൽ എന്ന് പറയുന്ന ഏരിയ എന്ന് വെച്ചാൽ തൽക്കാലം നമ്മുടെ കാഴ്ചയിലുള്ളത് 1374 1181 മേജർ സപ്പോർട്ട്. അത് ബ്രേക്ക് ചെയ്താൽ 1135, അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ 1020 ഭാഗത്തേക്ക് മാർക്കറ്റ് ഡൗൺ ആവും. ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കുക, നമ്മുടെ ലൈവിലേക്ക് ജോയിൻ ചെയ്യാം. എനിവേ, ഓൾ ദി ബെസ്റ്റ്.